ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് ആൾക്കാർ ഈ അടുത്ത സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ ബ്ലോഗ് പോസ്റ്റിൽ ഇമേജുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ഇമേജുകൾ ഉപയോഗിക്കാം, അതിൽ എങ്ങനെ പ്രശ്നങ്ങളില്ലാതെ അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത്തരം ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ നേരെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഉത്തരവായിക്കോട്ടെ ഈ വീഡിയോയിൽ. ആദ്യം ഒരു കാര്യം പറയട്ടെ, ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെൽ ഐക്കണോട് അമർത്തി കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താല്പര്യമുള്ള മേഖലയാണ് ഗ്രാഫിക് ഡിസൈനിങ്. ഞാനത് വ്യക്തിപരമായിട്ട് ഞാനത് ചെയ്യുന്ന ഒരാൾ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇമേജുകളെക്കുറിച്ചും ഫോർമാറ്റുകളെക്കുറിച്ചും അതിനെക്കുറിച്ചും ആധികാരികമായിട്ട് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ഏത് തരത്തിലുള്ള കണ്ടന്റ് മാർക്കറ്റിംഗ് ആണെന്നുണ്ടെങ്കിലും, ബ്ലോഗ് ആണെന്നുണ്ടെങ്കിലും, വെബ്സൈറ്റ് ആണെങ്കിലും, ഡിജിറ്റൽ മാർക്കറ്റിൻ്റെ ഏത് മേഖല എടുത്താൽ പോലും അതിനകത്ത് ഇമേജസ് വഹിക്കുന്ന പങ്കെന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല. കാര്യം നമ്മുടെ ഒരു ബ്ലോഗ് പോസ്റ്റ്, നല്ല രീതിയിൽ ഒരു ബ്ലോഗ് പോസ്റ്റ് എഴുതി ഒരുപാട് ട്രാഫിക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ അതിനകത്ത് മറ്റ് ടാക്ടിക്സുകളൊക്കെ നമ്മൾ പ്രയോഗിക്കേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് അപ്പോൾ മേളിൽ വന്നിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് കാണുക. അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ വരും, അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. അതിനകത്ത് തന്നെ ഞാൻ പറയുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഇമേജിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത്. അതായത് ബ്ലോഗ് പോസ്റ്റിനെ വളരെ ഇഫക്റ്റീവ് ആക്കാനായിട്ട് ഇമേജസും ഉൾപ്പെടുത്തണമെന്ന് ഞാൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. അതായത് നമുക്കറിയാം, നമ്മൾ 1000 വാക്കുകൾ നമ്മൾ എഴുതി വെക്കുന്നതിന് തുല്യമാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ഇമേജ് അതിനകത്ത് ഉൾപ്പെടുത്തുക എന്ന് പറയുന്നത്. എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇമേജുകളെ നമുക്ക് അതിനകത്ത് കുത്തി നിറയ്ക്കാനും പറ്റത്തില്ല. അതുപോലെ തന്നെ ഇമേജ് ഉപയോഗിക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നമുക്കൊന്ന് നോക്കാം. ആദ്യം തന്നെ പറയട്ടെ, ഈ ഇമേജിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. നമ്മളൊരു ഇമേജ് ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ ഉപയോഗിക്കുന്ന സമയത്ത് കൃത്യമായി നല്ല ക്വാളിറ്റി വേണം. അതായത് കാണുന്ന ഒരാൾക്കെന്ന് പറയുന്നത് നമ്മളിതെല്ലാം വളരെ സീരിയസ് ആയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അതിന് ഇദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചൊക്കെ അറിയാവുന്നൊരു തോന്നൽ തന്നെ അവർക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജ് എന്ന് പറയുന്നത് നല്ല ക്ലിയർ ആയിരിക്കും. ഇമേജസ് ഉപയോഗിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരെ അലട്ടുന്നതെന്ന് പറയുന്നത് അതിൻ്റെ ഓണർഷിപ്പിനെ ചൊല്ലിയാണ്. അതായത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നത് കാരണം പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ തന്നെ ഈ ഇമേജസ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർക്ക് സംശയമുണ്ട്. അതെന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് ഫ്രീ ഇമേജുകൾ നമ്മൾ ഉപയോഗിക്കാനായിട്ട് നോക്കുക. അതായത് റോയൽറ്റി ഫ്രീ ഇമേജസ്. ഈ റോയൽറ്റി ഫ്രീ ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ പലതരത്തിലുണ്ട്. ആൾക്കാർ വിചാരിക്കുന്നുണ്ട് ഈ റോയൽറ്റി ഫ്രീ ഇമേജസ് എന്ന് പറഞ്ഞാൽ എന്തും ചെയ്യാം. അങ്ങനെയല്ല, ചില ഇമേജസ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, അതിന് നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടതായിട്ടില്ല. എന്നാൽ അത്തരം ഇമേജുകൾ, ചില ഇമേജുകൾ അത് നമ്മൾ മോഡിഫൈ ചെയ്യാനായിട്ട് അവർ പെർമിറ്റ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ആട്രിബ്യൂട്ട്സ് കൊടുക്കണം കൃത്യമായിട്ട്. ഇത് ആരാണ് ചെയ്തേക്കുന്നത്, അല്ല ആരുടെയാണ് ഈ കണ്ടന്റ് എന്നുള്ളത് അവരുടെ സൈറ്റിലേക്കൊക്കെ ലിങ്ക് കൊടുക്കാനായിട്ടോ അല്ലെങ്കിൽ അവരുടെ പേര് കൊടുക്കാനായിട്ടോ ചെല്ലി പറയും. എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും അതല്ലാതെ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇമേജുകളുണ്ട്. ഇതുപോലെ ഒരുപാട് സൈറ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഇത്തരം ഈ റോയൽറ്റി ഫ്രീ ഇമേജസ് കൊടുക്കുന്നുണ്ട്. അതിൽ കുറച്ച് സൈറ്റിനെ കുറിച്ച് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഉപകാരപ്രദമായിക്കോട്ടെ. അപ്പോൾ ഇത്തരം കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. ഇല്ലാത്ത പക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മൾ ഉപയോഗിക്കുന്ന ഇമേജ് മറ്റൊരാളിൽ നിന്ന് നമ്മൾ അവരോട് അനുവാദമില്ലാതെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ പല രീതിയിലുള്ള നിയമപ്രശ്നങ്ങളിലേക്കൊക്കെ പോയേക്കാം. അത്തരം കാര്യങ്ങൾ നമ്മളെ വളരെ ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണുക. ചിലപ്പോൾ ഇച്ചിരി ലെങ്തി ആണെങ്കിൽ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗുണം കാര്യം. കാരണം അവസാനം ഇതുവരെ ആരും പറയാത്ത കുറേ ടിപ്സുകൾ ഞാനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നുള്ളതിൽ ഒരു സംശയമില്ല. അടുത്തൊരു ചോദ്യം പ്രധാനമായിട്ടും അപ്പം മുന്നിൽ വരുന്നതെന്ന് പറയുന്നത് നമുക്ക് എത്രമാത്രം ഇമേജുകൾ നമ്മൾ ഇതിനകത്ത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതൊരു നല്ല ഒരു ചോദ്യമാണ്. ചില ആൾക്കാർക്ക് അത് മനസ്സിൽ വരുന്നുണ്ടാകാം. ഇതിനകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ എത്തരം വെബ്സൈറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം നമ്മളൊരു കണ്ടന്റ് മാർക്കറ്റിങ്ങിന് അല്ലെങ്കിൽ ആഡ്സെൻസ് പോലെയുള്ള ഏതെങ്കിലും ഒരു പരസ്യ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് നമ്മൾ വരുമാനം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നതെങ്കിൽ മാക്സിമം നമ്മൾ ഇമേജുകൾ കുറയ്ക്കുക എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു ഇമേജ് ഉപയോഗിക്കരുത് എന്നതിനർത്ഥമില്ല. നമ്മൾ എബോവ് ഫോൾഡിൽ വരത്തക്ക രീതിയിൽ ഒരു ഇമേജ് നമ്മൾ ഉപയോഗിക്കണം. കാര്യം ആൾക്കാരുടെ അട്രാക്ഷൻ പെട്ടെന്ന് അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അത് വളരെ സഹായകരമായിരിക്കും. അത് പക്ഷേ നമ്മളൊരു ബ്രാൻഡാണ് ഡെവലപ്പ് ചെയ്യുന്നത്, അതിനകത്ത് നല്ല രീതിയിലുള്ള കണ്ടന്റ് ഉണ്ട്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ആഡ്സെൻസ് പോലുള്ള സംഭവങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒന്നിലധികം ഇമേജുകൾ ഉപയോഗിക്കാം. എന്നാൽ പോലും നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് കുറേ ഇമേജുകൾ അങ്ങ് കുത്തി നിറയ്ക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കരുത്. നമ്മൾ ഒരു ഐഡിയലായിട്ട് പറഞ്ഞാൽ, എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും ഒരു 10-200 വേർഡ്സ് കഴിഞ്ഞതിന് ശേഷം വേണമെങ്കിൽ നമുക്കൊരു ഇമേജ് ഉൾപ്പെടുത്താം. അങ്ങനെ ഒരു 200 വേർഡ്സ്, കുറേ പാരഗ്രാഫ് കഴിഞ്ഞതിന് ശേഷം ഒരു ഇമേജ്, അത്തരം കാര്യങ്ങൾ ചേർക്കുന്നതിനകത്ത് തെറ്റില്ല. അതിലൊന്ന് ഇമേജ് എന്ന് പറയുന്ന സമയത്ത് കുറേ വ്യക്തികളുടെ ചുമ്മാ റെഡിമെയ്ഡ് പിക്ചേഴ്സും ഇങ്ങനെ എടുത്ത് നമ്മൾ കിട്ടുന്ന സംഭവങ്ങൾ അതുപോലെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കരുത്. കുറച്ച് ലൈഫുള്ള ഇമേജുകൾ കയറ്റുക. പിന്നെന്ന് പറയുന്നത് സ്ക്രീൻഷോട്ടുകൾ ഉൾപ്പെടുത്താം നമുക്ക്. അതുപോലെ തന്നെ ഗ്രാഫുകളും ഡയഗ്രാംസും നമ്മൾ പറയുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടി ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ വളരെ ഇഫക്റ്റീവ് ആയിരിക്കും നമ്മുടെ ബ്ലോഗ് പോസ്റ്റ് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താവുന്നതാണ്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏത് ഇമേജ് ഫോർമാറ്റ് ഉപയോഗിക്കണം, ഏത് ഡയമെൻഷനിലുള്ള ഇമേജുകൾ ഉപയോഗിക്കണം എന്നുള്ളത്. കാര്യം ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ
ഈ വീതി നീളമാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്ന് പറയുന്നത് ഏത് ഫോർമാറ്റ് വേണം, BNG വേണോ, അതുപോലെയുള്ള പല ഇമേജ് ഫോർമാറ്റുകളുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ വെബ് വരെയുള്ള മോഡേൺ ഇമേജുകളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് മുകളിൽ വന്നിട്ടുണ്ട്, അതുപോലെ ഡിസ്ക്രിപ്ഷനും കാണും. നിങ്ങൾ അത് കയറിയൊന്ന് ഈ വീഡിയോ കണ്ടതിന് ശേഷം കണ്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ വെബ് ഡിസൈൻ ചെയ്യുന്ന സമയത്തോ നിങ്ങളുടെ ബ്ലോഗ് ചെയ്യുന്ന സമയത്തോ ഗുണകരമായിരിക്കും. നമ്മൾ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഡയമെൻഷൻ മാത്രം നമ്മൾ ഉപയോഗിക്കുക. നമ്മളെന്ന് പറയുന്നത് വളരെ വലിയ ബിഗ് ബോർഡിൽ ഉപയോഗിക്കുന്ന സൈസും നമുക്കറിയാം, നമ്മൾ വെബ്സൈറ്റുകൾ കാണാറില്ല. നമ്മൾ വെബ്സൈറ്റുകൾ സാധാരണ കൂടുതലും മൊബൈലിലാണ് കാണുന്നത്, അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലാണ് കൂടുതലും കാണുന്നത്. അപ്പോൾ അതിനകത്ത് വരത്തക്ക രീതിയിലുള്ള ഈ ഡയമെൻഷൻ മാത്രം നമ്മൾ ഉൾപ്പെടുത്തിയാൽ മതി. വലിയ ഇമേജ് ഡയമെൻഷൻ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. അതുപോലെ മിനിമം ഫയൽ സൈസ് ആയിരിക്കണം നമ്മുടെ ഇമേജിന്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ആകാനായിട്ട് വളരെ താമസം വരികയും ചെയ്യും, നമുക്കത് വളരെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നേരത്തെ ചെയ്ത വീഡിയോ എന്നുള്ളത് നിങ്ങൾ കാണുമെന്ന് പറയുന്നത്. അതിനകത്ത് ഇതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇമേജും SEO ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ എഴുതുന്ന ടെക്സ്റ്റ് കണ്ടന്റുകൾ മാത്രമേ ഉള്ളൂ SEOയിൽ വരുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് SEO ഉപയോഗിച്ച ടൂളുകൾ നമ്മൾ പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്, അതാണ് ഇഫക്റ്റീവായിട്ട് വരുന്നത്. ഇതല്ലാതെ ഒരു ഇഫക്റ്റീവായിട്ടൊരു ടൂളുണ്ട്, ഇമേജുകൾ. കൃത്യമായിട്ടുള്ള ഒപ്റ്റിമൈസ്ഡ് ഇമേജുകൾ ഒപ്റ്റിമൈസ് ചെയ്ത രീതിയിൽ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് തീർച്ചയായിട്ടും നമുക്ക് കിട്ടും. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ വേഡ്പ്രസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനകത്ത് കണ്ടിട്ടുണ്ടാകാം നിങ്ങൾ ആൾട്ട് ടാഗുകൾ കൊടുക്കാനുള്ള ഇമേജ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത്. അതൊക്കെ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ ഇമേജിനെ അവർ സെർച്ച് എഞ്ചിനുകൾക്ക് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും സഹായകരമായിരിക്കും. അപ്പോൾ നമ്മളുടെ കീവേഡുകൾ അതിനകത്ത് കൊടുക്കുന്നത് വളരെ നല്ലൊരു ഇഫക്റ്റീവായിട്ട് വരും. അതുപോലെ ഇമേജുകളുടെ നെയിം നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും നമ്പരൊക്കെ കൊടുക്കാതെ കൃത്യമായിട്ട് കീവേഡുകളോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ സെർച്ചിൽ വരും. ഈ സെർച്ചിൽ എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം, ചില ഇമേജുകൾ നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഗൂഗിളിലാണെങ്കിലും വലത് സൈഡിലായിട്ട് വരുന്ന കാണാം. നമ്മൾ ഇമേജ് നോക്കുന്ന സമയത്ത് ഇമേജിൽ കൂടെ നമ്മളുടെ സൈറ്റ് അതിനകത്ത് കാണിക്കുകയും അല്ലെങ്കിൽ സൈറ്റിൽ ലിങ്ക് കാണിക്കുകയും ആ ലിങ്കിൽ കൂടെ ചില ഇമേജിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരാനുള്ള ചാൻസും കൂടുതലാണ്. അതുകൊണ്ട് തന്നെ വളരെ ഇഫക്റ്റീവായിട്ടുള്ള ടൂളാണ് ഒപ്റ്റിമൈസേഷൻ സൈഡിൽ ഇമേജ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. അപ്പോൾ സെർച്ച് എഞ്ചിനിൽ റാങ്കിങ്ങിൽ വരാനായിട്ടും മറ്റു രീതിയിലേക്ക് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ട്രാഫിക് വരാനായിട്ട് നമ്മൾ ഇമേജ് ഈ രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതിനെ നല്ല രീതിയിൽ നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യേണ്ടതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റോയൽറ്റി ഫ്രീ ഇമേജസുകൾ പലതരത്തിലുണ്ട്. അതല്ലാതെ തന്നെ നമ്മൾ ക്യാഷ് കൊടുത്ത് മേടിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് പലതരത്തിലുള്ള ലൈസൻസ് ഉണ്ട്. ഒരു തവണ മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന ഇമേജുകളുണ്ട്. അതൊരു പക്ഷേ നമുക്ക് വീഡിയോയിൽ ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരിക്കും, ഏതെങ്കിലും ഒരു ബ്ലോഗ് പോസ്റ്റിലായിരിക്കും ഉപയോഗിക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ തവണ. അങ്ങനെ പല രീതിയിലുള്ള ലൈസൻസ് നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അതല്ലാതെ റോയൽറ്റി ഫ്രീ ആയിട്ടുള്ളതും കംപ്ലീറ്റ് ആയിട്ട് ഫ്രീ ആയിട്ടുള്ള പബ്ലിക് ഡൊമൈനിൽ കിടക്കുന്ന ഇമേജുകളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇതല്ലാതെ അവസാന ഒരു ഭാഗത്തേക്ക് വരുന്നതെന്ന് പറയുന്നത്, നിങ്ങൾ അത്യാവശ്യം കുറച്ച് ഈ പറയുന്ന ഗ്രാഫിക്സ് ഒക്കെ ചെയ്യാനായിട്ട് കഴിവുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് പോലുള്ള സോഫ്റ്റ്വെയർ കൈകാര്യം ചെയ്യാനുള്ള ആളാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് നമുക്ക് ഇമേജുകൾ നിർമ്മിച്ചെടുക്കാനായിട്ട് പറ്റും. അതെന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാര്യം നമ്മുടെ യുണീക്ക് ആയിരിക്കും ഇമേജ്, മറ്റുള്ള ആൾക്കാരെടുത്ത ഇമേജ് അതിനകത്ത് കാണത്തില്ല. അതിനെന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളെടുത്ത ഫോട്ടോകളെ വേണമെന്നുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് അതിനെ രീതിയിലേക്ക് മാറ്റാൻ പറ്റും. അതല്ലാതെ തന്നെ ഞാനൊരു ട്രിക്കാണ് പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ ഇഫക്റ്റീവാണ്. കാര്യം നമുക്ക് ഈ പറയുന്ന നമ്മൾ ഈ വെബ്സൈറ്റിൽ നിന്ന് കാണുന്ന ഇമേജുകൾ നമുക്ക് എടുത്തതിന് ശേഷം നമുക്കതിനെ നമ്മളുടേതായ രീതിയിൽ അതിനെ മാറ്റാനായിട്ട് പറ്റും. ഇതെന്ന് പറയുന്നത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എടുത്തതിന് ശേഷം അതുപോലെ ചെയ്യുകയല്ല ചെയ്യുന്നത്. അതുപോലെ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു ഇമേജ് എടുത്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് വേറെ രീതി കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അത് പ്രശ്നം തന്നെയാണ്. പക്ഷെ അതല്ല ചെയ്യേണ്ടത്. നമ്മൾ ഇമേജിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പോർഷൻ മാത്രമായിട്ട് നമുക്കതിനെ ഒന്ന് വലിച്ചു നീട്ടിക്കഴിഞ്ഞാലായിട്ട് ഗുണകരമായ രീതിയിൽ നമുക്കത് ബാക്ക്ഗ്രൗണ്ടായിട്ടോ മറ്റുള്ള രീതിയിലോ ഒക്കെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതിൽ ഏതൊരു പോർഷൻ അതെന്ന് പറയുന്നത് നമ്മളതിനെ വളരെ നല്ല രീതിയിലൊന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ, ഒരു ഗ്രാഫിക് ഡിസൈനർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കും, നമുക്കറിയാം ഇന്ന പോർഷൻ നമുക്കത് ഗുണകരമായിട്ട് പറ്റും. വേറൊരു ഇമേജിൻ്റെ കുറച്ച് പോർഷൻസും കൂടെ ചേർത്ത് വെച്ചാൽ ഒരുപക്ഷെ വളരെ മനോഹരമായ രീതിയിൽ നമുക്ക് വെബ്സൈറ്റിലോ ബ്ലോഗിലോ ഉപയോഗിക്കത്തക്ക രീതിയിലുള്ള ഇമേജ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ അത്തരം കഴിവുകൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഇമേജുകൾ ചെയ്തെടുക്കാനും പോസ്റ്റ് ചെയ്യാനും പറ്റും. നിങ്ങൾക്ക് ഒരു സംശയം വന്നേക്കാം, ഇത് പിടിക്കുമോ ഗൂഗിള്, അതല്ലെങ്കിൽ ഇതുപോലെ കോപ്പിറൈറ്റ് വയലേഷനിൽ ഇത് എത്തിപ്പെട്ടേക്കാമോ എന്നുള്ള ഒരു സംശയം വന്നേക്കാം. അത് ചെക്ക് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളൊരു ടൂള് പരിചയപ്പെടുത്താം. അത് മറ്റൊന്നുമല്ല, ഗൂഗിളിനകത്ത് തന്നെ ഉണ്ട്. നമുക്ക് റിവേഴ്സ് സെർച്ച് ഉണ്ട്, റിവേഴ്സ് ഇമേജ് സെർച്ച് ഉണ്ട്. അതായത് ഇമേജ് വെച്ചിട്ട് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാനുള്ള ഫെസിലിറ്റി ഗൂഗിളിൽ തന്നെ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. വളരെ എളുപ്പമാണ് ഇതിനകത്ത് ഈ ഇമേജിൻ്റെ റിവേഴ്സ് സെർച്ച് നോക്കാനായിട്ട്. ഇമേജ് വെച്ചിട്ട് നമുക്ക് നോക്കാൻ എളുപ്പമാണ്. ആദ്യം അതിനകത്ത് ഗൂഗിളിൽ കയറിയതിന് ശേഷം ഏതെങ്കിലും ഒരു വാക്ക് നമ്മൾ സെർച്ചിനകത്ത് കൊടുക്കുക. ഞാനൊരു SKNACHARY എന്ന് വെറുതെ കൊടുത്തു. അതിനുശേഷം മുകളിൽ അപ്പുറത്തെ കുറേ ഓപ്ഷൻസ് കാണിക്കുന്നുണ്ട്, മാപ്പ്, വീഡിയോ, ഇമേജ് എന്നുള്ളത്. അതിനകത്ത് ഇമേജ് നമ്മൾ എടുക്കുക. ഇമേജ് എടുക്കുന്ന സമയത്ത് ഇമേജ് കാണാനും മുകളിൽ കണ്ടില്ലേ, സെർച്ചറിനകത്ത് ഇപ്പോൾ ഒരു ക്യാമറയുടെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ ഒരു ഐക്കൺ. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതിനകത്ത് കണ്ടില്ലേ പേസ്റ്റ് ഇമേജ് URL. ഇത് വെബിൽ നിന്ന് നടക്കുന്ന ഇമേജ് ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ URL പേസ്റ്റ് ചെയ്താൽ മതി. അതല്ലാത്ത പക്ഷം നമുക്ക് അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ആൻ ഇമേജ് എന്നുള്ളത് എടുക്കുക. അതിൽ ചൂസ് ഫയൽ കണ്ടില്ലേ, ഞാനിവിടെ ഒരു തമ്പിനയിൽ എൻ്റെ ചെയ്തിട്ടേക്കുന്ന ഒരു തമ്പിനയിലുണ്ട്. ഇത് നെറ്റിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള ഇമേജുകൾ മിക്സ് ചെയ്തെടുത്തേക്കുന്നതാണ്, ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. എന്നിട്ട് അപ്ലോഡ് ആകുന്നതായിട്ട് കാണാം. കണ്ടില്ലേ, അത് വന്നിട്ടുണ്ട്.
ഇത് ഗൂഗിളിലേക്ക് കയറി അതിനുശേഷം അതിനകത്ത് കാണിക്കുന്നുണ്ട് താഴെയായിട്ട് വിഷ്വലി സിമിലർ ഇമേജസ് എന്നുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളർ പാറ്റേൺ ഒക്കെ നോക്കിയിട്ടാണ് ഇതിനകത്ത് കാണിക്കുന്നത്. അല്ലാതുള്ളൊരു ഇമേജ് ഇതിനകത്ത് ഇല്ല. ഇത് നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ആണെന്നുണ്ടെങ്കിൽ അത് ഇതിനകത്ത് കാണിക്കും എവിടേക്കാണ് ആ ഇമേജ് വന്നേക്കുന്നത് എന്നുള്ളത്. ഇത് അങ്ങനെ ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ കാണിക്കാത്തത്. പിന്നെ കാണിക്കുന്നത് എവിടെയാണ് കണ്ടില്ലേ ഇമേജസ് എൻ്റെ വെബ്സൈറ്റിൽ അതുപോലെ തന്നെ ചാനലിൽ ഒക്കെ വന്നേക്കുന്നുണ്ട്. അത് മാത്രമാണ് കാണിക്കുന്നത്. അല്ലാതെ ഡ്യൂപ്ലിക്കേഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണിക്കും. അത് ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാനായിട്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാൻ പറ്റും നിങ്ങൾ ഈ അപ്ലോഡ് ചെയ്യുന്ന ഇമേജ് വേറെ എവിടെയും കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. അല്ലാത്ത പക്ഷേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ സേഫായിട്ട് നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാനും പറ്റും. ഇതുകൊണ്ട് തീരുന്നില്ല. നമ്മുടെ ഈ വീഡിയോയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാറില്ല. ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും വളരെ ഗൗരവത്തോടെ എടുക്കാറില്ല. അവരെവിടെന്നെങ്കിലും കാണുന്ന ഇമേജുകൾ അങ്ങ് പോസ്റ്റ് ചെയ്യുകയാണ് പതിവ്. അത്തരക്കാരാണ് ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്. ചെയ്താൽ കുഴപ്പമുണ്ടോ, ഇങ്ങനെ പ്രശ്നമുണ്ടോ. പലപ്പോഴും ആഡ്സൻസ് ഒക്കെ വരുന്ന സമയത്ത് പോലും അപ്രൂവലിൽ കൊടുക്കുമ്പോൾ പോലും ഇമേജ് നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ചെങ്കിൽ മാത്രമേ ആഡ്സൻസ് പോലും കിട്ടുകയുള്ളൂ. പക്ഷേ നമ്മൾ ഇത്തരം ആൾക്കാർ ആഡ്സൻസ് കിട്ടിയതിന് ശേഷം പോലും തോന്നിയ പോലെ ഇമേജുകൾ എടുത്ത് പോസ്റ്റ് ചെയ്യാറുണ്ട്. അവരാണ് ഒരുപാട് ചോദ്യങ്ങൾ നമ്മളോട് ചോദിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ടിപ്പാണ് ഈ പറയാനായിട്ട് പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരം ഇമേജുകൾ നിങ്ങൾ ഉപയോഗിക്കാം. എങ്ങനെയാണ്? വളരെ തന്ത്രപരമായിട്ട് ഉപയോഗിക്കാം. അതിനുള്ള എഫക്റ്റീവായിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് എന്താണ്? ഇമേജുകളെ നമ്മൾ ക്രൗൾ ചെയ്യാത്ത രീതിയിലേക്ക് മാറ്റുക. അതായത് ഇൻഡെക്സ് ചെയ്യാത്ത രീതിയിൽ. ഗൂഗിളിൽ ഇൻഡെക്സ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഇമേജുകൾ പിടിക്കുന്നത്. അതുകൊണ്ട് ഗൂഗിളിനെ ഇൻഡെക്സ് ചെയ്യാതെ വേണ്ടുന്ന പരിപാടികൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെട്ട് നിൽക്കാനായിട്ട് പറ്റും. അതിനെന്ന് പറയുന്നത് നമുക്ക് റോബോടെക്സിനകത്ത് നമുക്ക് ചില കോഡുകൾ എഴുതി ചേർത്ത് കഴിഞ്ഞാൽ ബ്ലോഗറിൽ പോലും നമുക്കത് ഇതിനെ ഇൻഡെക്സ് ചെയ്യാതാക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ ഈ തമ്പിനയിൽ ഇമേജസ് ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കാരുടെ ക്ലിക്ക് കിട്ടാനായിട്ട് അത് സഹായിക്കുകയും, പക്ഷേ പോസ്റ്റിൽ വരുന്ന സമയത്ത് നമുക്ക് ആ പോസ്റ്റിൽ ആ ഇമേജ് കൊടുക്കണമെന്നില്ല. വെറുതെ തമ്പിനയിൽ മാത്രമായിട്ട് നമുക്ക് ഇമേജിനെ ചുരുക്കാനായിട്ട് പറ്റും. അതിനകത്ത് നമ്മൾ ഈ പറഞ്ഞ ആഡ്സൻസ് പോലുള്ള സംഭവങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ കൂടുതൽ ഇഫക്റ്റീവ് അതായിരിക്കും. കാര്യം അകത്ത് വരുന്ന സമയത്ത് ഇമേജ് കാണത്തില്ല. ഇമേജ് കുറവാണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ തമ്പിനയിൽ മാത്രമായിട്ട് ഇമേജ് ഒതുക്കുക. ബ്ലോഗ് പോസ്റ്റിൽ ഇമേജ് ഇടാതിരിക്കുക. ഇനി ബ്ലോഗ് പോസ്റ്റിൽ ഇട്ടാൽ പോലും നമുക്ക് ഇമേജിനെ ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. അത് ബ്ലോഗറിലാണെങ്കിൽ നമുക്ക് പോസ്റ്റിനകത്ത് ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ വേഡ്പ്രസ്സിലാണെങ്കിലും പറ്റും. വേഡ്പ്രസ്സിൽ പല പ്ലഗിനുകളും അതിനുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ കോഡുകളിൽ ചില മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന പോലെ ഈ ഗൂഗിളിൻ്റെ സെർച്ചിൽ വരുത്തില്ല, മറ്റു ആൾക്കാർ പിടികൂടത്തുമില്ല. അപ്പോൾ ഇതിനെപ്പറ്റി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു വീഡിയോ ചെയ്യാം. അത് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ചെയ്യാൻ പറ്റുക എന്നുള്ളത് പ്രത്യേകമായിട്ട് വീഡിയോ ചെയ്യാം. ഇതിനകത്ത് എന്ന് വെച്ചാൽ വളരെ ലെങ്തി ആയി പോകും. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് ഇമേജിനെ കുറിച്ചിട്ടുള്ള ഏകദേശം ഒരു ധാരണ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇമേജുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഇവിടെ നിർത്തുന്നില്ല. കാര്യം ഞാനൊരു ഗ്രാഫിക്സ് ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരാളോടായതുകൊണ്ട് ഇതിനെക്കുറിച്ച് വളരെ ആധികാരികമായിട്ട് എനിക്ക് പറഞ്ഞു തരാനായിട്ട് പറ്റും. അപ്പോൾ തുടർന്ന് നിങ്ങൾ വീഡിയോകൾ കാണുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ആ ബെല്ലൈക്കൺ കൂടെ അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.